ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ പുതിയൊരു ഡ്രിങ്കിന്റെ വീഡിയോ ആയിട്ടാണ്. ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ്, പക്ഷെ കണ്ടാൽ തന്നെ കൊതി തോന്നും. മറ്റേ സിറം ഒക്കെ ഒഴിച്ച് വെച്ചേക്കുന്നത് പോലുള്ള ഡ്രിങ്കാണ്. അമ്മയെ കണ്ടുപിടിക്കുക, പുതിയ യൂട്യൂബർ, ഭാവിയിലെ യൂട്യൂബർ. അപ്പൊ ഫ്രണ്ട്സ്, പറഞ്ഞു വന്നേന്ന് പറഞ്ഞാല് നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഐറ്റമാണ് ബീട്രൂട്ട്. അപ്പൊ ബീട്രൂട്ട് അതിന്റെ തോരൻ വെച്ച് കൊടുത്താലും കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ലായിരിക്കും. എങ്ങനെ മെഴുക്ക് വരട്ടി കൊടുത്താലും അതിന്റെ ഒരു സ്മെല്ല് കൊണ്ട് ആരും കഴിക്കത്തില്ല. പക്ഷെ ഞാനത് വേറൊരു രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ എന്താണെന്ന് വെച്ചാല് നമ്മുടെ വീഡിയോ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് രേഷ്മ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എന്റേതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പൊ എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് ഓണാക്കണം. ഓണാക്കി കഴിയുമ്പോൾ അതിനകത്ത് ഓളം എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതുകൂടി ഓണാക്കി കഴിയുമ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ജ്യൂസിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ബീട്രൂട്ട് ദാണ്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബീട്രൂട്ട് ഫുള്ളൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഒരു പകുതി ബീട്രൂട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. പകുതി ഇല്ല, ഒരു കാൽ ഭാഗം മാത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ സ്മെല്ല് കൂടുതലായി കഴിഞ്ഞാൽ അവർ കുടിക്കത്തില്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ലെമൺ ജ്യൂസിന് വേണ്ടി എങ്ങനെയാണ് ഒരു ലെമൺ അല്ലേ എടുക്കുന്നത്, അത് രണ്ടായിട്ട് മുറിച്ചിട്ടല്ലേ പിഴിയുന്നത്. അപ്പം ഞാനിതാണെങ്കിൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ ഒരു ജ്യൂസ് എടുക്കുന്നുണ്ട്, പിഴിഞ്ഞെടുക്കുന്നുണ്ട് നല്ലതുപോലെ. മിക്സിയിലിട്ട് അരച്ചതും ഒന്നുമില്ല, ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നത് കൊണ്ട് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് കിട്ടും. അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാരങ്ങ രണ്ടായിട്ട് കീറിയിട്ട് നമ്മൾ ലെമൺ ജ്യൂസിനായിട്ട് പിഴിഞ്ഞുകൊണ്ട് പഞ്ചസാരയും ശകല ഉപ്പും കൊണ്ട് ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഈ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും ഇപ്പം ആരെടുത്തും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് ABC ജ്യൂസിനെ കുറിച്ച്. അപ്പോൾ അതിനകത്ത് നമുക്ക് ബീട്രൂട്ട് വരുന്നതാണല്ലേ, ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ എല്ലാം ഇതേപോലെ ബീട്രൂട്ട്, ക്യാരറ്റ്, ആപ്പിൾ, ഈ 3 സാധനങ്ങൾ വെച്ചല്ലേ ABC ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതേപോലെ അപ്പം ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളും അതിനകത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസിനെ കുറിച്ചും ഒക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ വരുമ്പോൾ അവർക്ക് വൈകിട്ട് ദാഹത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഡ്രിങ്കാണിത്. പിന്നെ ആ ഒരു ബീട്രൂട്ടിൻ്റെ സ്മെല്ലൊന്നും അറിയാതിരിക്കാൻ വേണ്ടി ഞാനൊരു ശകല ഇഞ്ചി, എരിയൊന്നുമില്ല, ഒരു ശകല ഇഞ്ചി ഒന്ന് ചതച്ച് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ പിഴിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ ലെമണിൻ്റെ ജ്യൂസ്, ആദ്യം ലെമണിൻ്റെ ജ്യൂസ് അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ ഒഴിക്കണം. ഇപ്പം ഇങ്ങനെ എടുത്ത് വെക്കാവുന്നുണ്ടെങ്കിൽ അവർ വരുമ്പം ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് 2 ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് കൊടുക്കാവുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഇങ്ങനെ ഒരു ഒരു പിങ്കിഷ് കളറിലെ ജ്യൂസ് കിട്ടുമ്പോൾ ആ ഭയങ്കര ഒരു ഇതായിരിക്കുമല്ലോ, എൻ്റെ അമ്മ ഇങ്ങനത്തെ ഉണ്ടാക്കിയെന്നൊക്കെ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട വൈറ്റമിൻസ് കിട്ടുകയും ചെയ്യും, അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആ ഉള്ള ഒരു ദാഹവും അതൊക്കെ മാറുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും. അപ്പൊ നമ്മുടെ ഡ്രിങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങളുടെ മുഖമൊക്കെ ഇങ്ങനെ വൈറ്റ് വാഷ് ആയിട്ട് ഇരിക്കുന്നത് ഞങ്ങള് ഈ സൺലൈറ്റിന്റെ ഞങ്ങൾ ജനലിന്റെ അടുത്തിരുന്ന വീഡിയോ പിടിക്കുന്നത്, അല്ലാതെ റിംഗ് ലൈറ്റ് ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടം ഇങ്ങനെ നന്നായിട്ട് വന്നിരിക്കുന്നത്, അല്ലാതെ ഈ ഒരു ഫിൽറ്ററും ഒന്നും ഇട്ടിട്ടൊന്നും അല്ല. പിന്നെ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് സർപ്രൈസ് ആണ്. ഒരാള് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നും പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. കണ്ടിട്ട് തന്നെ കൊതിച്ചിരിക്കുക. ഇനി അതിന്റെ മണം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ ആളിന്, പക്ഷെ എനിക്കറിയാം. പക്ഷെ കാരണം നമ്മൾ അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല രുചിയൊക്കെ ഉള്ള നല്ല ഇതാണ്. അപ്പം ഒന്ന് കൊടുത്തു നോക്കട്ടെ, അതിന്റെ എക്സ്പ്രഷൻ കണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതാണ് നമ്മുടെ ഡ്രിങ്ക്. അടിപൊളി കിട്ടുന്ന സാധനം, വല്ല ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പൊ അമ്മമാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതൊന്ന് കുടിപ്പിക്കാന്. കാരണം എന്താന്ന് വെച്ചാല് ബീട്രൂട്ടിന്റെ ആ ഒരു ഹെൽത്തും അതിന്റെ എല്ലാ അടങ്ങിയിട്ടുള്ള പോഷകങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് എത്തുകയും ചെയ്യും ഈ ഒരു രീതി ചെയ്യാമെങ്കിൽ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയാ. ഇവിടെ ഒരാളത് തീർത്ത്. അപ്പൊ എല്ലാരും അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റാ.